ഞാൻ നിങ്ങൾക്കൊരു പ്രധാനപ്പെട്ട ഒരു വീഡിയോ കാണിച്ചു തരാം. നിങ്ങൾ ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കുക, എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം ഒന്ന് പറയണേ. അവര് ദൂരെ നിന്ന് വീക്ഷിക്കുന്നുണ്ട്. അവരെ കുട്ടികളിലേക്ക് മർദ്ദനം വരികയാണെങ്കിൽ അവരെ അറ്റാക്ക് ചെയ്യാൻ അവിടെ റെഡി ആയിട്ടുണ്ട്. പല ആളുകളും പറയാൻ പേടിച്ചുകൊണ്ട് പറയുന്നില്ല. ഈ അടുത്തുനിന്ന കടകളിലെ ആളുകൾ പറയുന്നത് ഞങ്ങൾ കണ്ടില്ല, പക്ഷേ യഥാർത്ഥത്തിൽ അവരൊക്കെ അറിയാം. ഇത് തീർച്ചയായിട്ടും ഇത് രാഷ്ട്രീയം ഇതിൽ ഉണ്ടെങ്കിൽ എന്തായാലും അട്ടിമറിക്കപ്പെടും. ഇതിൽ പങ്കാളികളായ ഒരാളുടെ പാർട്ടി തലത്തിൽ അങ്ങ് മേലെ വരെ ബലമുള്ള ആളുകളാണ്. അവര് എന്തായി കഴിഞ്ഞാലും സ്വാധീനിച്ച് ഇതെല്ലാം കൂടി തേച്ച് മാറ്റപ്പെടും. എന്നാലും ഇത് തീരാ ഒരു മുറിവായി എനിക്കും എൻ്റെ ഭാര്യയും ഇവിടെ കഴിയേണ്ടി വരും. പേടി കൊണ്ട് ആരെങ്കിലും ഇത് കാര്യങ്ങളൊന്നും വിശദമാക്കാത്തുണ്ടോ? ഇതിന്റെ മുന്നത്തെ പ്രശ്നങ്ങൾ തന്നെ പേടി കൊണ്ടാണ് ഈ കാര്യങ്ങളൊന്നും പുറത്തു പറയാവുന്നത്. അവർ ഒറ്റപ്പെട്ടു പോകും, ഓരോ മർദ്ദിക്കാൻ വരും, ഞങ്ങൾക്ക് അങ്ങാടിയിൽ ഇറങ്ങാൻ പറ്റാത്ത ഒരവസ്ഥ വരും എന്നുള്ള പേടി കൊണ്ട്. ഞാനതല്ല, എനിക്ക് നഷ്ടപ്പെട്ടു. ഇനി എന്താ നഷ്ടപ്പെടാനുള്ളത്? എൻ്റെ ഏക പ്രതീക്ഷ ഞാൻ എന്താ നിൽക്കുന്ന എല്ലാ സത്യാവസ്ഥ നിങ്ങൾക്ക് അറിയാവുന്നതാണ്. അതുകൊണ്ട് ഇനി ഞാൻ തുറന്നു പറഞ്ഞു, ഇനി ഇവിടെയുള്ള ജനങ്ങൾ ഈ ഗവൺമെന്റിനെ മുന്നോട്ട് നയിക്കുന്ന ജനങ്ങളാണ്, അല്ലാണ്ട് ഗവൺമെന്റ് താനെ ഈ ഗവൺമെന്റിനെ ഈ ജനങ്ങൾ അറിയുന്നുണ്ട്. ജനങ്ങൾ തീരുമാനിക്കട്ടെ എന്താണോ ഇത് ചെയ്തത്. ഇനി അത് ഭാവി തലമുറക്ക് വേണ്ടിയിട്ടാണ് ഞാനിത് പറയുന്നത്. എനിക്ക് വേണ്ടി എൻ്റെ അത് കഴിഞ്ഞു. ഇനിയിപ്പോൾ അവർ വന്നു കഴിഞ്ഞ് അത് സാരമില്ല, പ്രശ്നമില്ല, ഞാൻ എൻ്റെ ഓരത് കഴിഞ്ഞു. ഓര് പറയും എന്താണ്, ഓക്കെ, ഇത് എനിക്ക് പോയത് തിരിച്ചെടുക്കാൻ കഴിയില്ല. അതുകൊണ്ട് ഇനി ഒരു രക്ഷിതാവിന് ഇത് വരാൻ പാടില്ല. അതെ, നിങ്ങൾ കണ്ടില്ലേ? ഇനി ജനങ്ങൾ തീരുമാനിക്കട്ടെ എന്താണ് ഇതിന് വിധി എന്നുള്ളത്. പല ആളുകളും പറയാൻ പേടിച്ചുകൊണ്ട് പറയുന്നില്ല. ഈ അടുത്തുനിന്ന കടകളിലെ ആളുകൾ പറയുന്നത് ഞങ്ങൾ കണ്ടില്ല, പക്ഷേ യഥാർത്ഥത്തിൽ അവരൊക്കെ അറിയാം. ഇത് അവർ ഈ അങ്ങാടിയിൽ ഈ ടൗണിലുള്ള ആളുകളായതുകൊണ്ട്, ഓലുമായിട്ട് ഇടപഴകുന്ന ആളുകളായതുകൊണ്ട് അവർക്ക് പറയാൻ പേടിയാണ്. ഇത് നാളെ അവനും ആ കുട്ടിക്കും വരേണ്ടി, അതായത് അവൻ്റെ കുട്ടിക്കും വരും എന്നുള്ള ഓൻ പ്രതീക്ഷിക്കണം. കൊല ചെയ്യാൻ കൂട്ടുനിന്ന ആളുകൾ ഇത് നാളെ അവൻ്റെ കുട്ടിക്കും ഈ ഒരവസ്ഥ വരുന്ന സമയത്ത് അവൻ പറയും, അന്ന് ഞാനിത് തുറന്ന് പറഞ്ഞിരുന്നെങ്കിൽ. ഈ കൊലപാതകയുടെ പിന്നെ നല്ല പാർട്ടിയുടെ കളി നടക്കുന്നുണ്ട്. എത്ര സങ്കടത്തോടെയാണ് അവൻ്റെ ഉപ്പ പറയണത്. സ്വന്തം മക്കൾ പോയി കഴിഞ്ഞാൽ അറിയാൻ പറ്റും എത്രമാത്രം വേദന ഉണ്ടാവും എന്നുള്ളത്. എന്തുകൊണ്ട് മറ്റുള്ള പാർട്ടികൾ ഇതിനു വേണ്ടി തുനിഞ്ഞിറങ്ങുന്നില്ല, അല്ലെങ്കിൽ സമരത്തിന് വേണ്ടി ഇറങ്ങുന്നില്ല? ആലോചിക്കേണ്ട വിഷയമല്ലേ ഇത്? ഒരു പാർട്ടിയുടെയോ അല്ലെങ്കിൽ ഒരു മുതിർന്നൊരു ഉദ്യോഗസ്ഥൻ്റെയോ അല്ലെങ്കിൽ ഒരു പോലീസുകാരൻ്റെയോ മകനായിരുന്നെങ്കിൽ ഈ കേസ് കാറ്റിൽ പറക്കുമായിരുന്നില്ലേ? ഇപ്പോൾ ഇവിടെ ഈ നടക്കുന്ന നിയമങ്ങളൊക്കെ കാറ്റിൽ പറക്കുമായിരുന്നില്ലേ? ഇതൊരു സാധാരണക്കാരൻ്റെ മകനായതുകൊണ്ടാണോ ആരും ഇതിനെതിരെ സപ്പോർട്ട് ചെയ്യാത്തത്? ഒരു മകൻ പോയി, അതിൻ്റെ വേദന അവർക്ക് ഇപ്പോഴും ഉണ്ട്. പക്ഷെ അവർ പറയുന്നത് എന്താണ്? സ്കൂളുകളിലോ കോളേജുകളിലോ ഇതുപോലത്തെ ഒരു കേസ് ഇനി ഉണ്ടാവാൻ പാടില്ല എന്നാണ് ഷഹബാസിന് ഉപ്പ ആവർത്തിച്ച് പറയുന്നത്. അതിനു വേണ്ടിയാണ്. എന്തുകൊണ്ട് മേലധികാരികൾ ഇതിനെതിരെ ആക്ഷൻ എടുക്കുന്നില്ല? ഇപ്പോൾ ഷഹബാസിൻ്റെ അത് സെയിം ഇഷ്യൂ മറ്റുള്ളൊരു കുട്ടിക്ക് കൂടി വന്നു കഴിഞ്ഞാൽ ഈ നിയമത്തിന് മാറ്റം വരുമോ ഇല്ലയോ? ഒരു 10ാം ക്ലാസ് പഠിക്കുന്ന പയ്യനാവട്ടെ അല്ലെങ്കിൽ +2 പഠിക്കുന്ന പയ്യനാവട്ടെ, ഇതുപോലെ സ്കൂളുകളിൽ എന്തായാലും തല്ലും കാര്യങ്ങളൊക്കെ ഉണ്ടാവുന്നതാണ്. അതെങ്ങനെയായാലും നിർത്താൻ പറ്റുന്ന സംഭവമല്ല. അത് സീനിയറും ജൂനിയറും ആയാലും എങ്ങനെയായാലും തല്ലും കാര്യങ്ങളൊക്കെ ഇനിയും ഉണ്ടാവും. പക്ഷേ ഈ തല്ലുണ്ടാകുമ്പോൾ അവരുടെ മനസ്സിൽ എന്താണ് വരിക? ആദ്യം നമുക്കൊരാളെ കൊന്നു കഴിഞ്ഞാലൊന്നും നമുക്കൊരു വിഷയം ഉണ്ടാവാൻ ചാൻസ് ഇല്ല. കാരണം എന്താ? ഷഹബാസിൻ്റെ കേസിലെ പ്രതികളൊക്കെ വെറുതെ വിട്ടില്ലേ? അവർക്ക് എക്സാം എഴുതാനുള്ള ചാൻസ് കൊടുത്തില്ലേ? അതുകൊണ്ടും ഇനിയും നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ ഇങ്ങനെ തന്നെയാണ് ഉണ്ടാവാൻ പോകുന്നത് എന്നുള്ള ഒരു ചിന്ത അവരുടെ മനസ്സിൽ വരും. എത്ര ഗൗരവമുള്ളൊരു വിഷയമാണിത്. എന്നിട്ടാണ് ഇതിനെതിരെ സർക്കാർ ഒരു ആക്ഷൻ എടുക്കാത്തത്. സർക്കാർ ഇതിനെതിരെ എന്തെങ്കിലും സംസാരിച്ചോ? ഇല്ല. ഒന്നാമത് ഇപ്പോഴത്തെ കുട്ടികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊട്ടിത്തെറിച്ച് നടക്കുന്ന കുട്ടികളാണ്. ഫുള്ള് MDMA അല്ലെങ്കിൽ കഞ്ചാവ് മറ്റുള്ള ലഹരികൾ ഉപയോഗിച്ച് നടക്കുന്ന കാലഘട്ടത്തിൽ ഇങ്ങനത്തെ ഒരു നിയമ വ്യവസ്ഥക്ക് സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്ന ഗവൺമെൻറ്റാണ് ഏറ്റവും വലിയ തെറ്റുകാരൻ. ശരിയല്ലേ? ഈ കുറ്റകൃത്യം ചെയ്ത കുട്ടികളെ യഥാർത്ഥ ശിക്ഷ നൽകണമായിരുന്നു. എങ്കിലേ ഇനി മറ്റുള്ള കുട്ടികൾക്ക് ഇതൊരു പാഠമാകുകയുള്ളൂ.